അപ്പോൾ നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നത് നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത് മറ്റുള്ളവർക്ക് സ്പഷ്ടമായി കാണത്തക്കവണ്ണം നമ്മളിൽ നിന്നുണ്ടാകുന്ന വികാര വിക്ഷോഭങ്ങൾ എങ്ങനെയാണ് നമ്മളുടെ മാനിഫെസ്റ്റേഷനെ നമ്മുടെ പരിധിയിൽ നിർത്തേണ്ടത് എന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. ഈ തരുണത്തിൽ എൻ്റെ മനസ്സിൽ വരുന്നത് വിശുദ്ധ ബൈബിളിലുള്ള ഒരു വാക്യമാണ്. അത് മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിൽ പറയുന്നത്, നിങ്ങളെ ഭാരങ്ങൾ ചുമക്കുന്നുണ്ടെങ്കിൽ, ഇഫ് യു ആർ ഹെവിലി ലേഡൻ, ഇഫ് യു ആർ ലേബേർഡ് വിത്ത് എ ലോട്ട് ഓഫ് തിങ്സ്, നമ്മളുടെ ഹൃദയത്തിൽ ഒരുപാട് ഭാരങ്ങൾ നമ്മൾ ചുമന്നുകൊണ്ട് നടക്കുകയാണെങ്കിൽ, കം ടു മീ ആൻഡ് ഐ വിൽ ഗിവ് യു പീസ്. നിങ്ങൾക്ക് റെസ്റ്റ്, ഞാൻ നിങ്ങൾക്ക് സ്വസ്ഥത തരാം, സമാധാനം തരാം, എൻ്റെ അടുത്തേക്ക് വരൂ. അപ്പോൾ നമ്മളുടെ ഹൃദയത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളെങ്ങനെ അറിയുന്നത്? അതറിയണമെങ്കിൽ ഈ മോമെന്റിൽ, ഇന്ന് നമ്മൾ ആയിരിക്കുന്നിടത്ത്, ഇപ്പോൾ ഈ സമയത്ത് എൻ്റെ മനസ്സിൻ്റെ വ്യാപാരങ്ങൾ എന്തൊക്കെയാണ്. അപ്പോൾ ഈ മോമെന്റ് എനിക്ക് എൻജോയ് ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ നമുക്ക് അടുത്ത മോമെന്റ് എൻജോയ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ മോമെന്റിനെ എങ്ങനെ കൺട്രോൾ ചെയ്യണം, നമ്മുടെ പരിധിയിൽ എങ്ങനെ നിർത്തണം? ദി പ്രസന്റ് മോമെന്റ് വി ഷുഡ് ബി പീസ്ഫുൾ. ശാന്തത, ഈ നിമിഷത്തിൽ എങ്ങനെ ശാന്തത ഉണ്ടാവും? അതിന് നമ്മുടെ അകക്കണ്ണുകൾ പ്രവർത്തിച്ചാലേ പറ്റൂ. ഈ ലോകത്തിൽ മുഴുവൻ, പ്രപഞ്ചത്തിൽ മുഴുവൻ എല്ലാത്തിലും നന്മയാണ് ഉള്ളത്. ഈശ്വരൻ സൃഷ്ടിച്ചതെല്ലാം നല്ലതാണെന്ന് അദ്ദേഹം കണ്ടു, എല്ലാം തന്നെ നല്ലതാണെന്ന് കണ്ടു. മനുഷ്യൻ്റെതായ പ്രവൃത്തികൾ കൊണ്ട് സംഗതികൾ കുഴച്ചു മറിച്ച പ്രശ്നങ്ങളുണ്ടാവുന്നു. നമ്മിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഒരു സ്റ്റഡി ബാംഗ്ലൂരിലെ ന്യൂവാൻസിൽ നിന്നിറങ്ങിയ ഒരു പേപ്പറിൽ പറയുന്നത് 85% പ്രശ്നങ്ങൾ നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതാണ്. ഈ പ്രകൃതി വിക്ഷോഭങ്ങളോ അല്ലെങ്കിൽ പകർച്ചവ്യാധികളോ അല്ലെങ്കിൽ ജനിതകമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങളോ അങ്ങനെയൊക്കെയുള്ള സംഗതികൾ ഒഴിച്ചാൽ ബാക്കിയുള്ള 85% പ്രശ്നങ്ങൾ നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതാണ്. ഡോക്ടർമാരും ഇൻസ്ട്രുമെന്റ്സും അവരുടെ എക്യുപ്മെന്റ്സും മരുന്നും എല്ലാം കൊണ്ട് തന്നെ നമ്മളെ ശരിയാക്കാൻ സാധിക്കുന്ന 15% ഉള്ളൂ. 50% ഈസ് പ്ലാസിബോ എന്നാണ് പറയുന്നത്. പിന്നെ ഒരു 25% ഹാറ്റ്സ് ഓൺ എഫക്റ്റ് എന്ന് പറയും. അതായത് ഇതാണ് ഇയാളുടെ ദീനം എന്ന് കണ്ടിട്ട് ഒരു ഡോക്ടർ ഡയഗ്നോസ് ചെയ്യുന്നു. ഡയഗ്നോസിസ് തെറ്റായിരിക്കാം. ആ തെറ്റായ ഡയഗ്നോസിസ് കൊണ്ട് തെറ്റായ മരുന്ന് കൊടുക്കുന്നു. പക്ഷേ രോഗി സുഖപ്പെടുന്നു. മരുന്നിൻ്റെ ഗുണമില്ല, ഡോക്ടറുടെ ഗുണമില്ല. ഡോക്ടറുടെ ഗുണമില്ലെന്ന് പറയാക്കത്തില്ല. ഇതിനാണ് നമ്മൾ കൈപ്പുണ്യം എന്ന് പറയുന്നത്. ചില ആളുകൾ എന്ത് മരുന്ന് തന്നാലും പ്രശ്നമുണ്ടാകില്ല. അപ്പോൾ അങ്ങനെ മോർ ഗുഡ് ദൻ ബാഡ് ഹാപ്പൻസ് ഇൻ ഡിസീസ് മാനേജ്മെന്റ് ഓൺലി 15%. ബാക്കിയുള്ളതെല്ലാം 50% പ്ലാസിബോ, 25% ഹാറ്റ്സ് ഓൺ എഫക്റ്റ്, പിന്നെ ഒരു 10-15% എന്താണെന്ന് നമുക്ക് അതിൻ്റെ കാര്യം അറിഞ്ഞുകൂടാ. അപ്പോൾ അങ്ങനെ നമ്മളിൽ ഉണ്ടാകുന്ന വികാര വിക്ഷോഭങ്ങൾ, നമ്മളിൽ ഉണ്ടാകുന്ന പ്രതികരണങ്ങൾ, പ്രതിചേഷ്ടകൾ എല്ലാം തന്നെ നമ്മുടെ ഉള്ളിലെ അവസ്ഥ അനുസരിച്ചാണ്. ഞാനതിനെ ഹൃദയമെന്ന് പറയുന്നില്ല. ഹൃദയമെന്ന് പറഞ്ഞാൽ നമ്മൾ തെറ്റിദ്ധരിച്ചു പോകും, എവിടെയോ ഒരിടത്തിരുന്നുകൊണ്ട് എന്തോ ഇരുന്ന് അനങ്ങുന്നതാണെന്ന്. അല്ല, ശരീരം മുഴുവൻ പ്രതികരിക്കുകയാണ്. ആ പ്രതികരണം എങ്ങനെയാണെന്നുള്ളതാണ് നമ്മളെ കാണുന്നവർ മനസ്സിലാക്കുന്നത്. അതനുസരിച്ചാണ് നമ്മളെ ആളുകൾ ജഡ്ജ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെ നമ്മൾ പ്രതികരിക്കുകയോ, പ്രതികരണം എന്ന് പറഞ്ഞാൽ പ്രതിചേഷ്ടയോ പ്രതിസ്പന്ദനമോ എന്തായിരിക്കണം എന്നുള്ളത് നമ്മുടെ ഉള്ളിൽ നമ്മൾ തീരുമാനിക്കുന്ന കാര്യമാണ്. അപ്പം നമ്മൾ എങ്ങനെയായിരിക്കുന്നു, നമ്മൾ എന്താണ് മാനിഫെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ ആയിരിക്കുന്ന അവസ്ഥയെ അനുസരിച്ചിരിക്കും. അപ്പോൾ ഈ മൊമെന്റിൽ ഇപ്പം നമ്മളിവിടെ ഇരിക്കുമ്പോൾ ഞാൻ കണ്ണു തുറന്ന് ഈ മുറിയുടെ പുറത്തൊക്കെ കുറേ ചെടികളും റെഡ് പാമും മാംഗോ ട്രീസും കുറേ ചെടികൾ ഇങ്ങനെ ഇവിടെ നിൽപ്പുണ്ട്. അത് കാണുമ്പോൾ, ഈ കസേര കാണുമ്പോൾ, ഇതൊക്കെ എങ്ങനെയുണ്ടായി, ഇതൊക്കെ എവിടെ നിന്ന് വന്നു? നമ്മൾ വിചാരിക്കും നമ്മൾ പൈസ കൊടുത്തുകൊണ്ടോ ഉണ്ടായതായിരിക്കും, നമ്മൾ നട്ടത് കൊണ്ടുള്ള ചെടികളായിരിക്കാം. ഒരു ചെടിയെ കൊണ്ട് നട്ടത് കൊണ്ട് ചെടിയാവുമോ? അത് ചെടിയാകുന്ന അത് വളർന്നു വരുന്നതിന്, വെള്ളം ഉള്ളിലേക്ക് എടുക്കുന്നതിനും വളം ഉള്ളിലേക്ക് എടുക്കുന്നതിനും അതിനെ ഇൻകോർപ്പറേറ്റ് ചെയ്ത് അതിൻ്റെ ബോഡിയിലാക്കി അത് ഒരു സൗന്ദര്യപ്രദമായ ഒരു ചെടിയായിട്ട് വളർന്ന് അതിലെ പുഷ്പങ്ങളും ലതകളും ഒക്കെ വരുന്നത് അതിൻ്റെ ഉള്ളിലേക്ക് ഈശ്വരൻ കൊടുക്കുന്ന നല്ല സംഗതികൾ കൊണ്ടാണ്. വെള്ളവും വായും
വേണ്ടതെല്ലാം അതിന് കൊടുക്കുന്നു. അതുപോലെ നമുക്കും വേണ്ടതെല്ലാം നമ്മുടെ ഈ മൊമെന്റിൽ, നമ്മൾ ഈ ഇരിക്കുന്ന മൊമെന്റിൽ നമുക്ക് വേണ്ടതെല്ലാം ദൈവം തരുന്നു. തരുന്നതെല്ലാം നല്ലതാണ്. നമ്മുടെ ഉള്ളിലേക്ക് ശ്വസിക്കുന്ന ഈ വായു ഒരു മിനിറ്റ് അല്ലെങ്കിൽ 1.5 മിനിറ്റ് കഴിഞ്ഞ് ശ്വാസം നമുക്ക് അകത്തോട്ടെടുത്ത് ശ്വാസം പുറത്തേക്ക് പോകുന്നില്ല എങ്കിൽ അവിടെ കഥ കഴിഞ്ഞു. ഈ ജീവിക്കുന്നതിനുള്ള നന്മ ആര് തന്നതാണ്? ഈശ്വരദത്തമാണ് ഈ നന്മ. നമ്മിലുള്ളതും ഈ പ്രപഞ്ചത്തിലുള്ളതും മുഴുവനിലുള്ള നന്മ ഈശ്വരൻ തന്നിട്ടുള്ളതാണ്. ആ ഈശ്വരനെ മറന്ന് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമ്മളുടെ ഉള്ളിൽ നിന്നുണ്ടാകുന്ന പ്രതികരണങ്ങൾ, നമ്മളുടെ മാനിഫെസ്റ്റേഷൻസ് എന്തായിരിക്കും എന്നുള്ളതിനെ പറ്റി ഒന്ന് ചിന്തിക്കുക. ഒരാളോട് കഠിനമായ ദേഷ്യത്തോടുകൂടി നമ്മളുടെ മനസ്സിൽ ഇരിക്കുകയാണെങ്കിൽ അതാണ് നമ്മളെ സ്വാധീനിക്കുന്നതെങ്കിൽ നമ്മളുടെ പെരുമാറ്റത്തിൽ ആ അലോരസമായ ആ വികാര പ്രകടനം നമ്മൾ അറിയാതെ തന്നെ ഉണ്ടായി പോകും. അപ്പോൾ അതിനെ കൺട്രോൾ ചെയ്യണമെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇരിക്കുന്ന ഈ മൊമെന്റിൽ നമ്മുടെ മനസ്സിനെ ശാന്തമാക്കുകയാണെങ്കിൽ അടുത്ത മൊമെന്റ്, നെക്സ്റ്റ് മൊമെന്റ് വിൽ ടേക്ക് കെയർ ഓഫ് ഇറ്റ് സെൽഫ്. അടുത്ത മൊമെന്റിലും നമുക്ക് ശാന്തമായിട്ട് മുമ്പോട്ട് പോകാനൊക്കെ നമ്മുടെ ജീവിതം മുഴുവൻ ശാന്തതയോടുകൂടി മുമ്പോട്ട് പോകാൻ സാധിക്കും. ഈ ശാന്തതയില്ല എങ്കിൽ നമുക്ക് പ്രശ്നമാണ്. അതെങ്ങനെ ഈ ശാന്തത ഉണ്ടാക്കും? അതിന് ചില പ്രായോഗികമായ നിർദ്ദേശങ്ങളുണ്ട്. അത് ഒരു പ്രാക്ടിക്കൽ സാധനമാണ്. അതിനകത്ത് ദൈവികമായി ഒന്നുമില്ല എന്നൊക്കെ നമുക്ക് വിചാരിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ നടക്കുന്ന പ്രക്രിയകൾ അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ നമ്മളുടെ മാനിഫെസ്റ്റേഷൻ മോശമാവുകയോ നല്ലതാവുകയോ എന്തൊക്കെ ചെയ്യാം. അപ്പോൾ നമ്മൾ എന്താണ് മാനിഫെസ്റ്റ് ചെയ്യുന്നത്, നമ്മളിൽ എന്താണ് മറ്റുള്ളവർ കാണുന്നത്, അതിനെപ്പറ്റി നമുക്ക് ഒരു അവബോധം ഉണ്ടെങ്കിൽ, അതിനെപ്പറ്റി നമുക്കൊരു ചിന്തയുണ്ടെങ്കിൽ നമ്മൾ മര്യാദയായിട്ട് ആളുകളോട് ഇടപെടുകയും അവരെ അങ്ങനെ ഒരു നല്ല ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കും. ഞാനിവിടെ ഇരിക്കുമ്പോൾ ഈ മൊമെന്റിൽ എൻ്റെ മനസ്സിൽ സമാധാനവും സ്വസ്ഥതയും ശാന്തതയും മറ്റുള്ളവരെ സ്വീകരിക്കുന്നതിനും സ്നേഹിക്കുന്നതിനുമുള്ള താല്പര്യവും അതിനുള്ള സമ്മതവും ഉണ്ടെങ്കിൽ അതനുസരിച്ച് ഞാൻ മറ്റുള്ളവരോട് പെരുമാറും. അതായിരിക്കും ഞാൻ മാനിഫെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യണം, എങ്ങനെ മറ്റുള്ളവരെ നമ്മളെ മനസ്സിലാക്കണം, എങ്ങനെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ ജീവിതത്തിനെ പ്രയോജനപ്പെടുത്താമെന്ന് നമ്മൾ തന്നെയാണ് തീരുമാനിക്കുന്നത്. അത് ഒരു ശകലം പ്രായോഗിക പരിശീലനം അതിനാവശ്യമുണ്ട്. അതിനകത്ത് ദൈവികമായ കാര്യങ്ങളുണ്ട്, ശാരീരികമായ കാര്യങ്ങളുണ്ട്, മാനസികമായ കാര്യങ്ങളുണ്ട്, ഐച്ഛികമായ കാര്യങ്ങളുണ്ട്, ബൗദ്ധികമായ കാര്യങ്ങളുണ്ട്, അതുപോലെ എല്ലാം ശാരീരികമായ കാര്യങ്ങളുണ്ട്. ഇതെല്ലാം വെച്ചുകൊണ്ട് നമ്മളുടെ മനസ്സിൽ ഈ മൊമെന്റിൽ ശാന്തതയുണ്ടെങ്കിൽ അതുപോലെ അടുത്ത മൊമെന്റിലേക്ക് നമുക്ക് പോകാൻ സാധിക്കും. അങ്ങനെയുള്ള ശാന്തത നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ നടക്കുന്ന ചേഞ്ചസ് നമ്മൾ ഉണ്ടാക്കുന്നതല്ല. ഞാൻ നേരത്തെ പറഞ്ഞ ആ ബൈബിളിലെ പോർഷൻ ഓർക്കുന്നുണ്ടല്ലോ, എൻ്റെ അടുത്തേക്ക് വരൂ, ഭാരം ചുമക്കുന്നുണ്ടോ, പ്രശ്നങ്ങളുണ്ടോ, ആരോടെങ്കിലും കോപമുണ്ടോ, ആരോടെങ്കിലും ക്ഷമിക്കാൻ ബാക്കിയുണ്ടോ, ഇങ്ങനെ നാനാവിധമായ ന്യൂനാത്മകമായ ചിന്തകൾ നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ എൻ്റെ അടുത്തേക്ക് വരൂ, എനിക്ക് തരൂ, ഞാൻ എടുത്തോളാം. എന്നിട്ട് അതിന് പകരമായിട്ട് ഞാൻ നിങ്ങൾക്ക് ശാന്തത തരാം. ഇത് വളരെ തിയററ്റിക്കലായിട്ടുള്ള ഒരു പൊസിഷനാണ്. അത് പ്രായോഗികമായിട്ട് നടപ്പാക്കുന്നതിന് നമുക്ക് സാധിക്കണം. ആ പ്രായോഗിക തലത്തിലേക്ക് നമുക്ക് ഈ എപ്പിസോഡിൽ പോകാൻ സമയമില്ല. അടുത്ത എപ്പിസോഡിൽ എങ്ങനെയാണ് പ്രായോഗികമായി നമ്മളുടെ മുഴുവൻ വ്യക്തിത്വത്തിനെ ശാന്തതയിലേക്കും നന്മയിലേക്കും സ്നേഹത്തിലേക്കും താഴ്മയിലേക്കും ആർദ്രതയിലേക്കും കരുണയിലേക്കുമൊക്കെ എങ്ങനെയാണ് നമ്മളെ തന്നെ കൊണ്ടുപോകേണ്ടത് എന്നുള്ളത് നമുക്ക് പഠിക്കാൻ സാധിക്കും. ഏറ്റവും പ്രധാനമായിട്ടുള്ള സംഗതി, ഇത് ചെയ്തു കഴിഞ്ഞാൽ ആളുകളോട് ഇടപെടുമ്പോൾ നമുക്കൊരു ഹ്യൂമിലിറ്റി ഉണ്ടാകണം. ഹ്യൂമിലിറ്റി എന്ന് പറഞ്ഞാൽ താഴ്മ. താഴ്മ എന്ന് പറഞ്ഞാൽ ഞാൻ തോറ്റുകൊടുത്ത് അയ്യോ ഞാൻ ഇങ്ങനെ എവിടെയെങ്കിലും ഉള്ളത് ഈ കൂടി ഇരുന്നുള്ള അയ്യോ ഞാൻ പാവമാണ് എന്ന് പറഞ്ഞിട്ട് ഒഴുകി കൂടിയിരിക്കുന്ന ഒരു സംഗതിയല്ല ഈ താഴ്മ എന്ന് പറയുന്നത്. താഴ്മ അല്ലെങ്കിൽ ഹ്യൂമിലിറ്റി എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ എന്നെപ്പോലെ തന്നെ അംഗീകരിക്കുന്നതിന് എനിക്കുള്ള സ്വാതന്ത്ര്യവും സമ്മതവുമാണ്. ഇപ്പം എൻ്റെ മുമ്പിൽ ഈ ഫോട്ടോഗ്രാഫി എടുക്കുന്ന ഒരാൾ ഇരിപ്പുണ്ട്.
ആ ആളിനെ ഞാൻ ചെറുതായി കാണുകയോ വലുതായി കാണുകയോ ചെയ്യേണ്ട കാര്യമില്ല. എന്നെ പോലെ തന്നെ ഒരാളാണ്. ആ ആളിനെ അതുപോലെ തന്നെ അംഗീകരിക്കാൻ എനിക്ക് സാധിക്കുകയാണെങ്കിൽ എനിക്ക് അദ്ദേഹത്തിനോട് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. പക്ഷേ ഇവനൊരു ഫോട്ടോഗ്രാഫർ, ഇവനാരെ എന്ന് വിചാരിച്ച് ധാർഷ്ട്യത്തോടു കൂടി ഞാൻ പെരുമാറുകയാണെങ്കിൽ എൻ്റെ പെരുമാറ്റത്തിൽ താഴ്മയില്ല, ഹ്യൂമിലിറ്റി ഇല്ല. ഹ്യൂമിലിറ്റി ഇല്ലാതെ നമുക്ക് മറ്റുള്ളവരോട് ഇടപെടാൻ സാധിക്കില്ല. ഹ്യൂമിലിറ്റി എന്ന് പറഞ്ഞാൽ എൻ്റെ മുമ്പിലിരിക്കുന്ന ആളും ഈ ലോകത്തിലുള്ള എല്ലാവരും എന്നെ പോലെ തന്നെയാണ്. ഒന്നായിട്ട് ഓരോരുത്തരെയും അവരവരായിരിക്കുന്നത് പോലെ തന്നെ അംഗീകരിക്കാൻ സാധിക്കുക എന്നുള്ള ഒരു ദൃഢനിശ്ചയമാണ് ഈ ഹ്യൂമിലിറ്റി എന്ന് പറയുന്ന സാധനം, താഴ്മ എന്ന് പറയുന്നത്. തോറ്റു തൊപ്പിയിട്ട് കിടക്കുന്ന ഒരവസരമല്ല ഈ താഴ്മ എന്ന് ഉള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എല്ലാ മനുഷ്യരെയും അവരെ പോലെ അവരുടെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കി, അവരിലുള്ള സാധ്യതകൾ മനസ്സിലാക്കി അവരെ ബഹുമാനിക്കുകയും അവരെ ആദരിക്കുകയും അവരെ ഒരുപോലെ കരുതുകയും ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ ഹ്യൂമിലിറ്റി അല്ലെങ്കിൽ താഴ്മ എന്ന് മലയാളത്തിൽ പറയുമ്പോൾ എന്തോ ആയിപ്പോയി ഒന്നുമില്ല എന്നുള്ള ഒരു വിചാരം ഒരു തോന്നൽ എനിക്ക് ഉണ്ടാവുന്നു. അങ്ങനെ ഹെൽപ്ലെസ് ആയിട്ടുള്ള ഒരു സംഗതിയല്ല. നമ്മളിലുള്ള താഴ്മ എന്ന് പറയുന്നത് എല്ലാത്തിലുമുള്ള നന്മ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ വരുമ്പോൾ മാത്രമേ നമുക്ക് പ്രശ്നങ്ങളില്ലാതെ മറ്റുള്ള ആളുകളോട് ഇടപെടാൻ സാധിക്കുകയുള്ളൂ. അടുത്ത എപ്പിസോഡിൽ ഞാൻ ഒരു അല്പ പ്രായോഗികമായി ഒരു ശകല നേരം എങ്ങനെയാണ് ഈ മാനസികാവസ്ഥ ഉണ്ടാക്കിയെടുക്കേണ്ടതെന്ന് പഠിപ്പിച്ചു തരാം. ഓക്കെ, താങ്ക് യു.